ഓയ് ബല്ലേ, അമ്മാവ അനന്തരവാ ആ ബബ്ബൻ കള്ളനെ പിടിക്കാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്ക്. ഐഡിയ, ഞാനൊരു പ്ലാന് പറഞ്ഞു തരാം. എല്ലാവരും ഇങ്ങ് അടുത്ത് വരൂ. ഓ, ഗുഡ് ഐഡിയ തന്നെ അനന്തരവാ. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കാം. ഭയങ്കര വിശപ്പുണ്ട് എനിക്ക്. ഇവിടെ ഇത്രയും സീരിയസ് ആയ മാറ്റർ നടന്നുകൊണ്ടിരിക്കുക. തനിക്ക് എപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ബബ്ബൻ പിടിക്കപ്പെടുന്നത് വരെ ഇനി ഇവിടെ ആരും ഭക്ഷണം കഴിക്കാൻ പാടില്ല. മമ്മി, ആ ഭക്ഷണം ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്ക്. ഒരവസരം കിട്ടാൻ കാത്തു നിൽക്കുന്ന പിശുക്കൻ. ഇൻസ്പെക്ടർ മാഡം, നിങ്ങൾ എന്തിനാ ശരിക്കുമുള്ള സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നത്? ആ ബബ്ബൻ ഇതും മോഷ്ടിക്കുകയാണെങ്കിൽ പിന്നീട് അതും ഒരു തലവേദനയായി മാറില്ലേ? നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമല്ല മാവ. കൂട്ടിനകത്ത് എലി വന്ന് ചാടണമെങ്കിൽ അതിനുള്ള ഭക്ഷണം എടുത്ത് വെച്ചല്ലേ പറ്റൂ. ഇനിയുള്ള ആയുസ് മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ ഞാൻ അവനെ ചവിട്ടാൻ പോകുന്നത് കണ്ടോ. പിടിക്കോ, എന്റെ ഈ ആയുഷ്കാലത്തെ സമ്പാദ്യം അത്രയും കള്ളം മോഷ്ടിച്ചോണ്ട് പോയേ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ. ഈ ബബ്ബന്റെ ഒറ്റ ചക്ര വണ്ടിയുടെ അത്ഭുതമാണിത്. എടോ, നോക്കുമോനെ, ഇതൊരു മൾട്ടി ഫങ്ഷണൽ കാറാണ്. ഫുൾ ഓഫ് ഗാഡ്ജറ്റ്സ്. പിന്നെ ഇതിൽ കാണുന്ന ബട്ടൺസ് പലതരം ഫങ്ഷന്റേതാണ്. എനിക്ക് ഇപ്പൊ തന്നെ കാർ ഓടിക്കണം. ഇപ്പൊന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ. അതിങ്ങനെയാ മോനെ. ഓ അമ്മാവാ, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? അതിന്റെ ലിവർ തന്നെ പൊട്ടിച്ചില്ലേ? ഇനി എങ്ങനെയാ കാർ നിർത്തുന്നത്? അയ്യോ, അയ്യോ, ഞാനിവനെ പുറത്തു പോകാൻ സമ്മതിക്കില്ല. അനന്തരം ആ വാതിൽ അടയ്ക്കാൻ നോക്ക്. അയ്യോ, മോനെ ടിട്ടു. അയ്യോ, നിക്ക് മോനെ. അയ്യോ 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 അയ്യോ, എന്റെ ഏണി പോയേ. മോനെ, ആരെങ്കിലും ആ കാറൊന്ന് തടയണേ. മോനെ ടീട്ടു, കാറ് നിർത്തിട്ടു. പോലീസ് മേഡം എങ്ങാനും ഇതറിഞ്ഞാ ഞങ്ങളെ വെറുതെ വിടില്ല മോനെ. അനന്തരവൻ ചേട്ടാ, ഇത് രസമുണ്ട് കേട്ടോ. ബൈ. എന്റെ പൊന്നു മോനെ ടീട്ടു, കാറൊന്ന് നിർത്തടാ. നിന്റെ കളി കാരണം ഞങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും മോനെ.
കാട്ടുന്ന പോലെ ഇവിടെ ഇരുന്ന് കറങ്ങാണല്ലോ. മോന് കഴിക്കാൻ ഒരുപാട് ക്യാൻഡീസ് വീട്ടിൽ വെച്ചിട്ടുണ്ട്. വേഗം വാ, വീട്ടിൽ പോയിരുന്ന് സമാധാനമായിട്ട് ക്യാൻഡി കഴിച്ചോളൂ. അമ്മാവാ, 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 നിങ്ങൾ എവിടെയാ പോയത്? അമ്മാവാ. അമ്മാവാ, ഇനി ഞാൻ നിങ്ങളെ എന്റെ താളത്തിന് തുള്ളുന്ന ഒരു കളിപ്പാവയാക്കി മാറ്റും. അച്ഛാ, നിങ്ങൾ കുതിരയാ മച്ചാ. എനിക്കിപ്പൊ തന്നെ കുതിര സവാരി മോനെ, ചെയ്യണം. കുതിരയെ ഞാനിപ്പോ എവിടുന്ന് കൊണ്ടുവരാനാണ്? അച്ഛാ, നിങ്ങളൊരു മണ്ടൻ തന്നെ. നിങ്ങൾ കുതിരയെ പോലെ ഇരിക്കൂ, അപ്പൊ ഞാൻ പുറത്ത് കയറിയിരിക്കാം. എനിക്ക് കുതിരയാവാനൊന്നും പറ്റില്ല. ഓ, അച്ഛൻ ശരിക്കും ചീത്തയാ. കുതിരയാകച്ചാ, കുതിരയായിട്ട് വേണം പുറത്ത് കയറാൻ. ചേട്ടാ, ഇപ്പൊ ഇങ്ങനല്ല കളിപ്പാവ, നിങ്ങളാണിപ്പോ ഇയാളുടെ കളിപ്പാവ. കുതിരയാവും ചേട്ടാ. ഓക്കേ, എങ്കിൽ ശരി, ഞാൻ എന്നാൽ കുതിരയായിക്കോളാം. വേഗം നടക്കൂ കുതിര, ടിക് ടിക് ടിക്. വേഗം നടക്കൂ കുതിര, ടിക് ടിക് ടിക്. നടക്ക്, നടക്ക്, എന്നെ എന്തിനാ ഇങ്ങനെ അടിക്കുന്നത്? നടക്ക്, നടക്ക്. വേഗം നടക്ക്. ഡോൾക്കി, എന്നെ രക്ഷിക്കണേ. വേഗം പോ. നടക്കൂ കുതിര, വേഗം നടക്ക്, വേഗം നടക്ക്, വേഗം നടക്ക്. അമ്മാവാ, ഇത് എവിടെ പോയി? അമ്മാവാ, അമ്മാവാ. വേഗം എന്നെ ഇങ്ങനെ നടക്ക്. അടിക്കല്ലേ. വേഗം നടക്കൂ കുതിര. അടിക്കല്ലേ. നടക്കൂ കുതിര. വേഗം നടക്ക്. എടാ ഡോൾക്കി, ഈ അമ്മാവനെ കിഡ്നാപ്പ് ചെയ്യാമെന്നുള്ള നിന്റെ ഐഡിയ വെറും മണ്ടത്തരമായി പോയി. ചേട്ടാ, കിഡ്നാപ്പ് ചെയ്യാനുള്ള ഐഡിയ എന്റേതല്ല, നിങ്ങളുടേതാ. ഓ, ഈ കുരിശ് ചുമക്കാൻ എനിക്കിനി വയ്യടോ. ഡോൾക്കി, വേഗം ജീപ്പ് എടുക്ക്. ഈ കുരിശിനെ കൊണ്ടുപോയി കളഞ്ഞേച്ച് വേഗം വാടാ. മോനെ, നിന്നെ ഞാൻ ശരിക്കുള്ള കുതിരയുടെ പുറത്ത് കയറ്റാ കേട്ടോ. നടക്കും മോനെ, വേഗം വാ. അച്ഛാ, എന്ത് നല്ല അച്ഛനാ നിങ്ങള്. മോനെ, ഇറങ്ങി വരൂ. ഇതിനകത്ത് ശരിക്കുള്ള കുതിരയുണ്ട്. ബൈ ബൈ. അച്ഛാ, പോയി, തലവേദന ഒഴിവായി കിട്ടി. അച്ഛാ, എന്നെ ഇട്ടേച്ച് പോവല്ലേ അച്ഛാ. ജീപ്പ് നിർത്തച്ഛാ. ഓ നോ, ഈ ശല്യം ഇനി നമ്മളെ വിട്ട് പോയിട്ടില്ല. അച്ഛാ, അമ്മേ, ആ, സ്വർണ്ണ നാണയോ? ഹൈ, ദേ എനിക്ക് സ്വർണ്ണ നാണയം കിട്ടി. ഏ ബിട്ടു, ഈ നാണയം സർക്കാരിന്റെ സമ്പത്താണ്. കാരണം ഇത് കോട്ടയുടെ കോമ്പൗണ്ടിൽ നിന്നാണ് ലഭിച്ചത്. അതെങ്ങനെ സർക്കാരിന്റെ ആവും? കിട്ടിയത് എനിക്കല്ലേ, അപ്പൊ ഇതെനിക്കല്ലേ സ്വന്തമാവും? ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിയല്ല. ഈ നാണയം ഉടനെ പോലീസ് മാഡത്തിനെ ഏൽപ്പിക്കാം. പോലീസ് മാഡം, പോലീസ് മാഡം. വേണ്ട വേണ്ട വേണ്ട, എന്റെ നാണയം ഞാൻ ആർക്കും കൊടുക്കില്ല, പോലീസിനും കൊടുക്കില്ല. ആ, എന്താ പറ്റിയ കൊച്ചേർക്ക? പോലീസ് മാഡം, ബിട്ടുവിന് ഒരു സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെടാണ്. ആ, താൻ തോന്നി ഓടി രക്ഷപ്പെട്ടെന്നോ? കോട്ടയ്ക്കകത്ത് വെച്ച് കാണാതായ പണി കിട്ടും. നടക്ക് നടക്ക്. മോനെ ബിട്ടു, ഒന്ന് നിക്കടോ. ആ നാണയം തിരിച്ചു കൊടുത്തേക്ക്. അനന്തരമോ, അനന്തരമോ. എന്റെ അനന്തരമോ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അവനിവിടെ ഉള്ളപ്പോ അനന്തരവൻ എന്ത് സംഭവിക്കാനാ അതെ അല്ലേ? കൊച്ചേർക്ക, ആ ബിട്ടു ആ പാറക്കല്ല് നമ്മുടെ നേർക്ക് ഉരുട്ടി വിട്ടെന്ന് തോന്നുന്നു. അവനെ അങ്ങനെ വിട്ടേ പറ്റില്ല. വാ, നടക്ക, പിടിക്കാം. ആ ബിട്ടു കാരണം എന്റെ മേക്കപ്പ് മുഴുവൻ അലങ്കോലമായി. കഷ്ടം. വേദൂരി, ആ കണ്ണാടി ഇങ്ങ് എടുത്തോണ്ട് വന്നേ പെട്ടെന്ന്.
എത്ര നന്നായിട്ടാ പെയിന്റിംഗ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവളുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് പുരട്ടാൻ മറന്നുപോയി ആ പെയിന്റർ. എന്റെ റിവോൾവർ ഇവിടെ.